അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ചു, ആയിഷ, എൻ്റെ കൂടെയുള്ള ജീവിതം നിനക്ക് തൃപ്തിയാണോ? എങ്ങനെയുണ്ട് എൻ്റെ ജീവിതം? സന്തോഷത്തിലാണോ എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ പോലും അവിടെ നിന്ന് പറഞ്ഞത് എൻ്റെ ഭർത്താവിൻ്റെ ജീവിതം ഖുർആനായിരുന്നു എന്ന് പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ ജീവിതം നമുക്കെല്ലാവർക്കും ഒരു പാഠമാണല്ലോ, അവിടെ നിന്നൊരു മാതൃകയായിരുന്നല്ലോ. അതുകൊണ്ട് ഇന്നത്തെ ദിവസം അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് പഠിക്കാം. മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, എന്തൊരു സന്തോഷമാണ് നബിയേ, അങ്ങയോട് കൂടെയുള്ള ഈ ജീവിതമുണ്ടല്ലോ, അല്ലാഹുവേ വല്ലാത്ത സന്തോഷമാണെന്ന് മഹദി ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു കൊടുക്കുമ്പോൾ, ഈ സദസ്സിലിരിക്കുന്ന ഓരോ ഭർത്താക്കന്മാര്, ഓരോ വാപ്പമാര് പഠിക്കണം. അല്ലാഹുവിൻ്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, ഏറ്റവും ഖൈറായ പിതാവാരെന്നറിയുമോ? മനുഷ്യന്മാരിൽ ഏറ്റവും ഖൈറായ പിതാവാരാണ്? ഏറ്റവും ഖൈറായ ഭർത്താവാരാണ്? പടച്ചവനെ, അല്ലാഹുവിൻ്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, മാതാ ഏറ്റവും ഖൈറായ പിതാവാരെന്നറിയുമോ? മക്കൾ ആഗ്രഹിക്കണം, പടച്ചവനെ എൻ്റെ വാപ്പ എപ്പോഴും എൻ്റെ വീടിൻ്റെ അകത്തുണ്ടാകണം. വാപ്പ വെളിയിലേക്ക് പോയി കഴിഞ്ഞാൽ പടച്ചവനെ വാപ്പ വന്നാ മതിയായിരുന്നു. ഭാര്യ ആഗ്രഹിക്കുകയാണ്, എൻ്റെ ഭർത്താവ് വന്നിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു, എൻ്റെ ഭർത്താവ് എപ്പോഴും എൻ്റെ കൂടെ ഇരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു. അങ്ങനെ ഭാര്യയും മക്കളും പറയുന്ന മനുഷ്യനാണ്, ഭാര്യ പറയുന്ന മനുഷ്യനാണ് ഏറ്റവും നല്ല ഭർത്താവ്. മക്കൾ വാപ്പാനെ കാണാനും കൂടെ ഇരിക്കാനും വാപ്പയുടെ സ്നേഹം എപ്പോഴും വേണമെന്ന് മക്കൾ ആഗ്രഹിക്കുന്ന വാപ്പയുണ്ടല്ലോ, ആ വാപ്പയാണ് ജനങ്ങളിൽ ഏറ്റവും നല്ല വാപ്പയെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഏറ്റവും നല്ല ഭർത്താവാരാ? ഭാര്യ ആഗ്രഹിക്കണം, എൻ്റെ ഭർത്താവ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകണം, എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകണം. ഭർത്താവ് വീട്ടിൽ നിന്ന് പുറത്തുപോയ ടെൻഷൻ, വിഷമം വരുന്നതുവരെ സമാധാനമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, മക്കളും അങ്ങനെ തന്നെ ആഗ്രഹിക്കുകയാ, പടച്ചവനെ വാപ്പ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം, വാപ്പയുടെ സ്നേഹം കിട്ടണം എന്ന് മക്കൾ ആഗ്രഹിക്കുക. അങ്ങനെ ആഗ്രഹിച്ചാൽ അത് യഥാർത്ഥത്തിൽ ഒരു നല്ല വാപ്പയുടെ അടയാളം. അങ്ങനെ മക്കളങ്ങനെ ചിന്തിക്കണം. പക്ഷേ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നേരെ എതിരാണ് ചിന്തിക്കുന്നതെങ്കിൽ അവൻ ഷർറായ വാപ്പയാണെന്ന്, ഷർറായ ഭർത്താവാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. നമ്മൾ ഈ കൂട്ടത്തിൽ ഏതിലാ പെടുക? പടച്ചോനെ, നമ്മുടെ മക്കൾ ആഗ്രഹിക്കോ, വാപ്പ ഒന്ന് പോയാൽ മതിയായിരുന്നു ഇവിടെ നിറങ്ങി. ഭാര്യ ആഗ്രഹിക്കുന്ന ഭർത്താവ് വരാൻ സമയമായി, ടെൻഷനാണ്, ബേജാറാണ് എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ ചില ഗുണങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ ചില ഗുണങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ എനിക്കും നിങ്ങൾക്കും പഠിപ്പിച്ചു തരികയാ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു തരികയാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വല്ലാത്ത മയമുള്ള സ്വഭാവമായിരുന്നു. പ്രവാചകന്റെ സ്വഭാവം വല്ലാത്ത മയമുള്ളതാണ്. പ്രവാചകൻ അവിടുന്ന് ദേഷ്യപ്പെടാറില്ല. പ്രവാചകന് പടച്ചവനെ തൻ്റെ ഭാര്യയുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുമായിരുന്നു എന്ന് മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, നമ്മളിൽ ചില ഭർത്താക്കന്മാരുണ്ട്, ഭാര്യമാർക്ക് ചെലവിന് പോലും കൊടുക്കാത്ത, മക്കൾക്ക് ചിലവിന് പോലും കൊടുക്കാത്ത ചില ഭർത്താക്കന്മാരുണ്ട്. പിശുക്കന്മാരായ ചില ഭർത്താക്കന്മാരുണ്ട്. പടച്ചവനെ തൻ്റെ കുടുംബക്കാർക്ക് കൊടുക്കുന്നതിന് പോലും കണക്ക് പറയുന്ന ചില ഭർത്താക്കന്മാരുണ്ട്. എങ്കിലും മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അയ്യു നഫഖത്തു അഫ്ളലു. അല്ലാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നു, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തിൽ ഏറ്റവും കൂടുതൽ സദക്കയുടെ പ്രതിഫലം കിട്ടുന്ന അമലേതെന്നറിയുമോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന കാര്യമേതാ? അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ.
ഏറ്റവും കൂടുതൽ സദക്കയുടെ പ്രതിഫലം കിട്ടുന്ന കാര്യം ഏതാ? പള്ളി കെട്ടിക്കൊടുത്താൽ കിട്ടുന്ന അതാണോ? പറ സഹോദരങ്ങളെ, ഏറ്റവും കൂടുതൽ സദക്കയുടെ പ്രതിഫലം കിട്ടുന്ന കാര്യം ഏതാ? പള്ളി കെട്ടിക്കൊടുക്കലാണോ? പറ, പള്ളി കെട്ടിക്കൊടുക്കലാണോ? ആണോ? യതീമായ മക്കൾക്ക് ഭക്ഷണം കൊടുക്കലാണോ? നിങ്ങൾ പറ, അതാണോ? ഇല്ല. നാളെ അള്ളാഹുവിൻ്റെ മുന്നിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന കാര്യം നിന്റെ ഭാര്യയ്ക്കും നിന്റെ മക്കൾക്കും നീ മേടിച്ചു കൊടുത്ത ഭക്ഷണം, നീ അവർക്ക് വേണ്ടി ചിലവഴിച്ച പൈസ, അതാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന സദഖയെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അള്ളാഹുവിൻ്റെ മുന്നിൽ നാളെ പടച്ച റബ്ബിൻ്റെ പരലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന സദഖയുടെ പ്രതിഫലം കിട്ടുന്ന കാര്യം ഏതാ? നീ നിന്റെ ഭാര്യയ്ക്കും നിന്റെ മക്കൾക്കും ഒരു ചുരിദാർ വാങ്ങിക്കൊടുത്ത, ഒരു സാരി വാങ്ങിക്കൊടുത്ത, ഒരു പർദ്ദ വാങ്ങിക്കൊടുത്ത, 1 കിലോ അരി വാങ്ങിക്കൊടുത്ത, അല്പം മാർക്കറ്റിൽ പോയി മീൻ വാങ്ങിക്കൊടുത്ത, ഈ വാങ്ങിക്കൊടുത്തത് അള്ളാന്റെ മുന്നിലെ ഏറ്റവും വലിയ സദഖയുടെ പ്രതിഫലം കിട്ടുന്ന കാര്യമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, കണക്ക് പറയുന്നവരാണ് നമ്മളിൽ പലരും. സ്വന്തം കുടുംബത്തിന് പോലും കൊടുക്കാത്തവരുണ്ട്. തൻ്റെ ഭാര്യയ്ക്ക് നല്ല വസ്ത്രം വാങ്ങിക്കൊടുക്കാത്തവർ, ഭക്ഷണം വാങ്ങിക്കൊടുക്കാത്തവർ, മക്കളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാത്തവർ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് അതാരാ കടന്നു വരുന്നത്? ഹിന്ദെന്ന് പറയുന്ന പെണ്ണ് കടന്നു വരികയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഹിന്ദ് റളിയല്ലാഹു തആല കടന്നു വരിക. ആരാ ഹിന്ദെന്നറിയുമോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് പെട്ടെന്ന് മറക്കാൻ കഴിയുന്ന ഒരു ചരിത്രമല്ല. ഹിന്ദ് റളിയല്ലാഹു തആല അൻഹുവിനെ നമുക്ക് മറക്കാൻ കഴിയില്ല. കാരണം സയ്യിദ് ശുഹദാഇ ഹംസ റളിയല്ലാഹു തആല അൻഹു, ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ നെഞ്ചും കരളുമെല്ലാം പടച്ചവനെ അവിടുന്ന് ചവച്ച് തുപ്പിക്കളഞ്ഞല്ലോ. ആ ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ കൊല്ലുന്നതിന് വേണ്ടി വഹ്ശിയെ ഏൽപ്പിച്ച ആളാണ് ഹിന്ദ് റളിയല്ലാഹു തആല. അവിടുന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഹിന്ദ് റളിയല്ലാഹു തആല അൻഹു, അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇതേപ്പാ മഹദിയുടെ പേര് പറഞ്ഞിട്ടൊരു റളിയല്ലാഹു തആല അൻഹ പറയാൻ മടി. മഹദിയായ ഹിന്ദ് റളിയല്ലാഹു തആല അൻഹ. മഹദി അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ മുസ്ലിം ആയതിനു ശേഷം കടന്നു വന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ കടന്നു വന്നിട്ട് പറഞ്ഞു, നബിയേ, ഇന്ന അബാ സുഫിയാൻ, തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് അബൂ സുഫിയാൻ നബിയെ ചെലവിനൊന്നും തരുന്നില്ല. നബിയെ വലിയ ആളാ, ആൾക്കാരുടെ മുന്നിൽ വലിയ മഹാനാ, ഒരുപാട് സമ്പത്തുള്ള ആളാ, പക്ഷെ എനിക്കും എൻ്റെ മക്കൾക്കും ചിലവിന് തരുന്നില്ല. അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹു തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്കും മക്കൾക്കും ചിലവിന് കൊടുക്കുന്നില്ല. റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചു, നബിയെ, അനുവാദമില്ലാതെ എൻ്റെ ഭർത്താവിൻ്റെ പൈസ ഞാൻ എടുക്കുന്നതിൽ വല്ല കുഴപ്പമുണ്ടോ? എന്താ ചോദ്യം? ഹിന്ദ് റളിയല്ലാഹു തആല അൻഹ ചോദിക്കുക. അപ്പോൾ ഇനി മുതൽ പൈസ ഒക്കെ സൂക്ഷിച്ചോണം കേട്ടോ. ഭാര്യമാര് ഭർത്താക്കന്മാരുടെ പൈസ അടിച്ചു മാറ്റാറുണ്ട്, ഇല്ലേ? ചില സമയങ്ങളിൽ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എടുക്കാറില്ലേ? നിങ്ങളെന്താ ഉണ്ടായിരിക്കണേ? നിങ്ങൾ അറിയണില്ല, പോക്കറ്റിൽ നിന്ന് തുണി കഴുകാൻ കൊടുക്കുമ്പോഴൊക്കെ എടുക്കാറില്ലേ? ജോലി കഴിഞ്ഞ് നേരെ വന്നിട്ട് ഉടുപ്പൂരി ഇടുമ്പോൾ അതിനകത്തുനിന്ന് ബിസ്മിയും പറഞ്ഞിട്ട് ഒരു 100ന്റെ നോട്ട് എടുക്കാറില്ല, അറിയണ്ട. അപ്പം ഹിന്ദ് റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നബിയെ, എൻ്റെ ഭർത്താവ് എനിക്കും എൻ്റെ മക്കൾക്കും ചെലവിന് തരുന്നില്ല, അതുകൊണ്ട് ഞാൻ അനുവാദമില്ലാതെ പൈസ എടുക്കുന്നത് തെറ്റാണോ നബിയെ? എടുക്കാൻ പറ്റുമോ? വല്ലാത്ത ഒരു ചോദ്യം. നമ്മുടെ ഭാര്യമാരി വഴ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമാകും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എടുക്കാവോ? നിങ്ങളെന്താ പറ മനുഷ്യന്മാരെ, എടുക്കാവോ? ഈ ഫാൻ ഓഫാക്കോ? എടുക്കാൻ പാടില്ല അല്ലേ? ഞാൻ പറഞ്ഞു തരാം, പാടുണ്ടോ ഇല്ലയോ എന്ന്. ഈ ഫാൻ ഓഫാക്കിയാൽ മഹദിയായ ഹിന്ദ് റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, നബിയെ, അബൂ സുഫിയാൻ, എൻ്റെ ഭർത്താവ് അബൂ സുഫിയാൻ എനിക്കും എൻ്റെ മക്കൾക്കും ഭക്ഷണം വാങ്ങിത്തരുന്നില്ല, ഞങ്ങൾക്ക് ചിലവിന് തരുന്നില്ല, അതുകൊണ്ട് അവിടുത്തെ പൈസ എടുക്കാൻ വല്ല വഴിയുണ്ടോ? തെറ്റാണോ ശരിയാണോ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു. റസൂലുള്ളാഹി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, അള്ളാഹുവിൻ്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, ഹിന്ദേ, നിനക്ക് നിൻ്റെ മക്കൾക്കും നിൻ്റെ ഭർത്താവ് ചെലവിന് തരുന്നില്ലെങ്കിൽ
ചെലവിന് ആവശ്യമുള്ളത് എടുത്തുകൊള്ളാം മഹാനായി നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, നിനക്കും നിന്റെ മക്കൾക്കും നിന്റെ ഭർത്താവായ അബൂ സുഫിയാന് ചിലവിന് തരുന്നില്ലെങ്കിൽ, നിനക്ക് ഭക്ഷണം സാധനങ്ങൾ വാങ്ങിത്തരുന്നില്ല, നിനക്ക് നിന്റെ മക്കൾക്കും ആവശ്യമുള്ള കാര്യങ്ങൾ വാങ്ങിത്തരുന്നില്ലെങ്കിൽ അതിന് ആവശ്യമുള്ളത് മാത്രം എടുത്തുകൊള്ളൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭാര്യമാര് പറയും, ഇങ്ങാരെ കൊണ്ട് ജീവിതത്തിൽ ആദ്യമായിട്ടൊരു നല്ല വാഴ കേട്ടു. ഇന്ന് ഈ പ്രസംഗം കേൾക്കുന്ന ഭാര്യമാര് പറയും, എന്ന് വാഴ പറഞ്ഞാലും പെണ്ണുങ്ങളെ കുറ്റവാ പറയണേ, ഇന്ന് ആദ്യമായിട്ടൊരു നല്ല കാര്യം പറഞ്ഞു, അതുകൊണ്ട് എല്ലാവരും പൈസ വെക്കുമ്പോൾ സൂക്ഷിക്കുക. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം പെണ്ണുങ്ങൾ വിചാരിക്കുക അപ്പം അടിച്ചു മാറ്റുന്നതിൽ കുഴപ്പമില്ല. അങ്ങനല്ല. ഭർത്താവ് ചിലവിന് തരുന്നില്ലെങ്കിൽ റസൂലുള്ളാഹി തങ്ങൾ വ്യക്തമായി പറഞ്ഞു കൊടുത്ത് ആവശ്യത്തിനുള്ളതേ എടുക്കാവൂ. അപ്പം ആവശ്യത്തിന്, അല്ലാതെ ചില പെണ്ണുങ്ങൾ അങ്ങനെയല്ലോ, ഭർത്താവിനോട് പറയിക്ക ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇത്തിരി 10 രൂപയൊക്കെ എടുക്കാറുണ്ട്, അനുവാദം അങ്ങ് ചോദിക്കും, പൊരുത്തപ്പെട്ടേക്കണം കേട്ടോ, പിന്നെ എടുപ്പലോട് എടുക്കുക, പൈസ അടിച്ച് മാറ്റി കൊണ്ടുപോവാ. അതങ്ങനല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹു ചിലവിന് കൊടുക്കാതെ വന്നപ്പോൾ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, എടുക്കുന്നതിന് കുഴപ്പമില്ലെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അതങ്ങ് ജായിസാക്കി എടുത്തിട്ട് ഇനി മോഷണം തുടങ്ങാനല്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്തിനാ അതിൻ്റെ ആവശ്യം? നിന്റെ ഭാര്യയ്ക്ക് നീ ചിലവിന് കൊടുക്കണമല്ലോ. ചിലവിന് കൊടുക്കാൻ കഴിവുള്ളവനല്ലേ പെണ്ണ് കെട്ടാൻ പറഞ്ഞത്? അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തേ പറഞ്ഞേ? എടാ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ദീൻ എവിടെ എന്ന് പറഞ്ഞത്, നിനക്ക് നിൻ്റെ ഭാര്യയ്ക്കും നിൻ്റെ മക്കൾക്കും ചിലവിന് കൊടുക്കാൻ കഴിവുണ്ടെങ്കിൽ നീ പെണ്ണ് കിട്ടിയാൽ മതി, ഇല്ലെങ്കിൽ പോയിരുന്ന് ദിക്റ് പറയാനാ പറഞ്ഞേ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അങ്ങനല്ലേ പറഞ്ഞേ? എടാ, ഭാര്യയ്ക്ക് ചിലവിന് കൊടുക്കാൻ കഴിവില്ലാത്തവൻ പെണ്ണ് കെട്ടാ ഇസ്ലാം പറഞ്ഞോ? നിങ്ങൾ പരമനുഷ്യന്മാരെ പറഞ്ഞോ? പറഞ്ഞില്ല. അപ്പം ചിലവിന് കൊടുക്കാൻ കഴിവുള്ളവനാ പെണ്ണ് കെട്ടേണ്ടത്. അപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ, കൊടുക്കാതെ വരുമ്പോൾ അവിടെ നിന്ന് ഭാര്യ എടുക്കുന്നതിൽ കുഴപ്പമില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹദി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ, പ്രവാചകൻ ഒരിക്കലും പിശുക്കനായിരുന്നില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവിടെ നിന്ന് പിശുക്കനായിരുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അൽ ബഖീലു ബഈദു മിനല്ലാഹ് ബഈദു മിനന്നാസ് ഖരീബും മിനന്നാർ. അല്ലാഹുവിൻ്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, പിശുക്കന്മാരുണ്ടല്ലോ, സ്വന്തം കുടുംബത്തിന് പോലും ചിലവിന് കൊടുക്കാത്തവർ, സ്വന്തം മക്കൾക്ക് പോലും ചിലവിന് കൊടുക്കാത്തവർ, മക്കൾക്കൊരു നല്ല വസ്ത്രം എടുത്തു കൊടുക്കാത്തവർ, പള്ളിക്കല്ല മറ്റു കാര്യങ്ങൾക്കല്ല, സ്വന്തം കുടുംബത്തിന് പോലും 5 നയാ പൈസ കൊടുക്കാത്ത ബഖീലുണ്ടല്ലോ, അവൻ അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് വിദൂരമാണ്. അവനെ പടച്ച റബ്ബിന്റെ അടുക്കൽ നിന്ന് വിദൂരമാണ്, ജനങ്ങളിൽ നിന്ന് വിദൂരമാണ്. അവൻ നരകത്തിലേക്ക് അടുത്തവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പിശുക്കെന്ന് പറയുന്ന സ്വഭാവം, അതിനെന്താ ഇപ്പൊ ഇവിടെ പറയുക? കഞ്ചൂസ്. അതൊരു അറബി വാക്കം കണ്ടല്ലേ? ഫാൻ ഇട്ടോപ്പ, അത് ഓഫാക്കിയപ്പോഴത്തേക്ക് ഇപ്പം നരകം ഓർമ്മ വരുന്നു. കഞ്ചൂസ്, അങ്ങനെ പറയല്ലേ? ശരി, എന്തെങ്കിലും ആവട്ടെ. ഞങ്ങളുടെ നാട്ടിൽ പോയി പറഞ്ഞാൽ വേറെ എന്തെങ്കിലും വിചാരിക്കുമോ? അതുകൊണ്ട് വേണ്ട. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവൻ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വിദൂരമാ. പള്ളിക്ക് ചോദിച്ചാലും, പാപങ്ങൾക്ക് ചോദിച്ചാലും, യതീമീങ്ങൾക്ക് ചോദിച്ചാലും, മദ്രസകൾക്ക് വേണ്ടി ചോദിച്ചാലും, കോളേജുകൾക്ക് വേണ്ടി ചോദിച്ചാലും 5 പൈസ പെണ്ണുമ്പിള്ളയ്ക്ക് മക്കൾക്ക് പോലും കൊടുക്കത്തില്ല. ഇവൻ അള്ളാഹുവിൽ നിന്ന് വിദൂരമാണ്, ജനങ്ങളിൽ നിന്ന് വിദൂരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇപ്പോൾ ഒരു നല്ല കാര്യം, ഇപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ വയലുകൾ വെക്കും. അപ്പോൾ പിരിവിൻ്റെ സമയമാകുമ്പോൾ ചില ആൾക്കാർ പറയും, എടാ അബൂബക്കർ ഹാജി എടുത്ത് പോകാം വല്ലതും ചോദിക്കാൻ. എൻ്റെ പൊന്നാര ചങ്ങാതി, അങ്ങാരെടുത്ത് പോയാൽ എണ്ണ അടിക്കേണ്ട കാശ് തന്നെ വെറുതെയാണ്, കാരണം പോയിട്ട് കാര്യമില്ല. അങ്ങോട്ട് പോയാൽ തരില്ല എന്ന് പറയുന്നൊരവസ്ഥ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ബഖീല്, പിശുക്കനായ മനുഷ്യൻ, അവൻ അള്ളാഹുവിൽ നിന്ന് വിദൂരത്തിലാണ്, ജനങ്ങളിൽ നിന്ന് വിദൂരത്തിലാണ്, അവൻ നരകത്തിലേക്ക് അടുത്തവനാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വന്തം കുടുംബത്തിൻ്റെ കാര്യത്തിൽ പോലും പിശുക്ക് കാണിക്കുന്ന പലരുമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു തന്നിരിക്കുന്ന സമ്പത്തുണ്ടല്ലോ, അത് പടച്ച റബ്ബ് നമുക്ക് തന്നിരിക്കുന്നത് തഴമ്പ് കണ്ടിട്ടല്ല, താടിയുടെ നീളം കണ്ടിട്ടല്ല, നീ നിസ്കരിക്കുന്നത് കണ്ടിട്ടല്ല, അള്ളാഹുവിന് നിന്നോട് വലിയ ഇഷ്ടം കൂടിയിട്ടല്ല, അത് അള്ളാഹു നിന്നെ പരീക്ഷിക്കുന്നതിന് വേണ്ടി തന്നതാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാണ്, പടച്ച റബ്ബ് നിനക്ക് സമ്പത്ത് തന്നത് നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, അള്ളാഹു നിന്നെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാ. എന്റെ പ്രിയപ്പെട്ടവരെ, മത്സരമായിരുന്നു. അതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്തിന്റെ ചരിത്രം എടുത്തു നോക്ക്. മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സദഖ ചോദിച്ചു കഴിയുമ്പോൾ പടച്ചവനെ ഒരു മത്സരം നടന്നു. സഹാബത്തിന്റെ ഇടയിൽ ഒരു മത്സരം നടന്നു. ആരൊക്കെയാണ് മത്സരിച്ചതെന്നറിയുമോ? പള്ളിയുടെ പ്രസിഡന്റ് ആകാനല്ല, എന്റെ പ്രിയപ്പെട്ടവരെ MPയോ MLAയോ വാർഡ് മെമ്പറോ ആകാനല്ല. അള്ളാഹുവിന്റെ പ്രവാചകന്റെ 2 സ്വഹാബികൾ മത്സരിക്കുകയാണ്. ആരാണ് മത്സരിച്ചത്? മദീനത്ത് പച്ചക്കുപ്പയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലിന്റെ ചുവട്ടിൽ കിടക്കുന്ന 2 സ്വഹാബികളുണ്ട്. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ചാരത്ത് കിടക്കുന്ന മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. 2 പേരും പടച്ചവരെ അവിടെന്ന് മത്സരിച്ച ചരിത്രം അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു തരികയാ. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിക്കുന്നു, സ്വഹാബ, അല്പം സമ്പത്തിന്റെ ആവശ്യമുണ്ട് സ്വഹാബ, കുറച്ചു പണത്തിന്റെ ആവശ്യമുണ്ട് സഹാബ, വീട്ടിൽ പോയി ഉള്ളതെടുത്തു കൊണ്ടുവരാൻ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോൾ സ്വഹാബികൾ ഇറങ്ങി ഓടുകയാണ്. പടച്ച റബ്ബേ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ തന്റെ വീട്ടിലേക്ക് കടന്നു പോകുമ്പോൾ അവിടെന്ന് ചിന്തിക്കുന്നു, അല്ലാ, എപ്പോഴും അബൂബക്കറാണ് വിജയിക്കുന്നത്, ഒരിക്കലെങ്കിലും എനിക്ക് അബൂബക്കറിനെ ഒന്ന് പരാജയപ്പെടുത്തണം തമ്പുരാന്. അതുകൊണ്ട് നേരെ വീട്ടിലേക്ക് കടന്നുപോയി തന്റെ സമ്പാദ്യം മുഴുവനും എടുത്ത് 2ആയിട്ട് വിഹിതം വെച്ചു. എന്നിട്ട് ആ സമ്പാദ്യത്തിന്റെ നേർ പകുതിയുമായി ഇലാ ഹളറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് കടന്നു വന്നു. സമ്പാദ്യത്തിന്റെ പകുതി കൊണ്ടുവന്ന് മുത്തുനബിയുടെ മുന്നിൽ വെച്ച് കൊടുത്തിട്ട് അവിടെന്ന് പറഞ്ഞു, നബിയേ, എന്റെ സമ്പാദ്യത്തിന്റെ പകുതി ഇതാ ഞാൻ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി തന്നിരിക്കുകയാ. എപ്പോ നോക്കിയാലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എപ്പോഴും വിജയിക്കുക. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് തോന്നി, പടച്ചവനെ ഒരിക്കലെങ്കിലും ഈ ചങ്ങാതി ഒന്ന് തോപ്പിക്കണം. അതുകൊണ്ട് നേരെ വീട്ടിൽ പോയി സമ്പാദ്യത്തിന്റെ പകുതി 2ആയിട്ട് വിഹിതം വെച്ചു. ഒരു വിഹിതം വീട്ടിൽ വെച്ചു, 2ാമത്തെ വിഹിതം എടുത്തുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ കയ്യിൽ കൊണ്ടുകൊടുത്തു. എന്നിട്ട് ഉമർ തങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുക അബൂബക്കർ തങ്ങൾ വരുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വരുന്നത് കാത്തു നിൽക്കുക. അബൂബക്കർ തങ്ങൾ ഒരു ചെറിയ ഒരു കിഴിയുമായിട്ട്, ചെറിയ ഒരു സദക്കയുമായിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അടുത്തു പോയി നിന്നു. എന്താ കൊണ്ടുവന്നതെന്ന് അറിയണമല്ലോ. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, അബൂബക്കറെ, വീട്ടിൽ ഇനി എന്തോ ഉണ്ട്? അബൂബക്കറെ, ഇനി നിന്റെ വീട്ടിൽ എന്തോ ഉണ്ട്? അവിടെ നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അല്ലാഹു വ റസൂലു, അല്ലാഹുവും അവൻ്റെ പ്രവാചകനും അല്ലാതെ വേറെ ഒന്നുമില്ല. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. കൊടുക്കുന്ന കാര്യത്തിൽ അവരങ്ങനെ സദക്ക കൊടുക്കുന്ന സമയത്ത്, ഹിജറ പോകുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ തൻ്റെ സമ്പാദ്യം മുഴുവൻ എടുത്ത് മുത്തുനബിക്ക് കൊടുത്തു. അപ്പോൾ അബൂബക്കർ തങ്ങളുടെ പിതാവ് അബൂ ഖുഹാഫ മുസ്ലിം ആയിട്ടില്ല, വീട്ടിൽ കയറിപ്പോയി. എന്നിട്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തൻ്റെ പ്രിയപ്പെട്ട മകളോടും അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മകളോടും ഭാര്യയോടും ചോദിച്ചു, അവൻ എല്ലാം കൊണ്ട് മുഹമ്മദിന് കൊടുത്തോ? ചോദിച്ചേ, കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യം മുഴുവനും കൊണ്ടുപോയി മുഹമ്മദിന് കൊടുത്തോ? വീട്ടിൽ നിങ്ങൾക്കൊന്നും വെച്ചില്ലേ? ആ സമയത്ത് അവിടെ നിന്ന് പ്രിയപ്പെട്ട ഭാര്യ ഇങ്ങനെ ഒരു ചെറിയ സഞ്ചി എടുത്തിട്ട് പറഞ്ഞു, ഇത്രയും ഇവിടെ വെച്ചിട്ടാ പോയെന്ന്. ഒരു ചെറിയ സഞ്ചി എടുത്ത് കാണിച്ചിട്ട് പറയുക, ഇത്രയും ഇവിടെ വെച്ചിട്ടാ പോയത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം പറയുന്നു ചരൽക്കല്ലുകളായിരുന്നു അത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അങ്ങനെ ആയിരുന്നു മുൻഗാമികളുടെ ചരിത്രങ്ങൾ. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവരെ, 3 മഹാന്മാരുടെ ചരിത്രം പറയുന്നു. നമ്മുടെ നാട്ടിൽ ചില സമ്പന്നന്മാർ, ചില ആൾക്കാർ നമ്മൾ പറയാറുണ്ട്, ആ മനുഷ്യൻ്റെ അടുക്ക പോയാൽ പള്ളിക്ക് വേണ്ടിയാകട്ടെ, മദ്രസയ്ക്ക് വേണ്ടിയാകട്ടെ, എന്തു ചോദിച്ചാലും ആ മനുഷ്യൻ തരും. അങ്ങനെ ചില ആൾക്കാർ, അള്ളാഹു അവർക്കൊക്കെ ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. സഹാബത്തിൻ്റെ ഇടയിൽ അങ്ങനെ ഒരു ചർച്ച വന്നു. 3 പേരെ കുറിച്ചാണ്. ഏറ്റവും കൂടുതൽ സദക്ക കൊടുക്കുന്ന വ്യക്തികളാരാ? അവിടെ നിന്ന് പറഞ്ഞു, അറാബത്തുൽ അർസി.
ഒരു മഹാന്റെ പേരെങ്ങനെയാണ്? രണ്ടാമത് അവിടെ നിന്ന് പറഞ്ഞു അബ്ദുല്ലാഹിബിന് ജൗഫർ റളിയല്ലാഹു തആല അൻഹു, ഖൈസ് ബിൻ ഉബാദ, 3 പേര് പറഞ്ഞു. 3 പേരുടെ പേരാ പറഞ്ഞ്. ഇവരിൽ ഏറ്റവും കൂടുതൽ സദക്ക കൊടുക്കുന്നത് ആരാ? അങ്ങനെ 3 ആൾക്കാർ ഒന്ന് അവിടെ നിന്ന് ടെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ആദ്യം ഒരാളുടെ മുന്നിൽ പോയി. അവിടെ നിന്ന് ആദ്യമായിട്ടൊരു മഹാന്റെ മുന്നിലേക്ക് കടന്നു ചെന്നു. എൻ്റെ പ്രിയപ്പെട്ടവർ, അബ്ദുല്ലാഹിബിന് ജൗഫർ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ ഒരുപാട് സദക്ക കൊടുക്കുന്ന മനുഷ്യനാ. ഒരാൾ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ പാവപ്പെട്ടവനാ, എനിക്ക് വല്ലതും സദക്ക വേണം, എൻ്റെ കയ്യിൽ ഒന്നുമില്ല. മഹാനവറുകൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഷാം എന്ന് പറയുന്ന നാട്ടിലേക്ക് യാത്ര പോകാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി വരിക. ഷാമിലേക്ക് യാത്ര പോകുന്നതിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് ഈ പാവപ്പെട്ടവൻ വന്ന് സദക്ക ചോദിക്കുന്നത്. ആകെ ഉള്ളത് ഒരു വാളും ഒരു കുതിരയും. ആകെ ഇതേ ഉള്ളൊരു യാത്ര പോവല്ലേ, ആകെ ഉള്ളത് ഒരു കുതിരയുമുണ്ട്, ഒരു വാളുമുണ്ട്. മോനെ, എൻ്റെ കയ്യിൽ ഇപ്പം തരാ ഇതേ ഉള്ളൂ. വാളും കൊടുത്തു, കുതിരയും കൈ കൊടുത്തിട്ട് പറയുക, ഞാൻ വേറെ ആരുടെയെങ്കിലും കൂടെ പൊക്കോളാം, നീ ഇത് കൊണ്ട് പൊക്കോളാൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇവിടെ നിന്ന് കാസർഗോഡ് പോകാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ നിൽക്കുക. ആകെ ഉള്ളത് വണ്ടിക്കൂലിക്കുള്ള കാശ് മാത്രമേ ഉള്ളൂ. അപ്പോഴാ ഒരു പാവപ്പെട്ടവൻ വന്ന് ചോദിക്കുന്നത്, ആ വണ്ടിക്കൂലിക്കുള്ള പൈസ കൊടുത്തിട്ട് പറയുക, ഞാൻ ഏതെങ്കിലും ബൈക്ക് കൈ കാണിച്ചിട്ട് കയറി പൊക്കോളാൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മളങ്ങനെ പറയുമോ? ഈ മഹാൻ അവിടെ നിന്ന് പറയുക, ആകെ ഉള്ളത് ഈ വാളുകൊണ്ട് കുതിരയുണ്ട്, നീ കൊണ്ടുപൊക്കോ, ഞാൻ ആരുടെയെങ്കിലും കൂടെ പൊക്കോളാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. രണ്ടാമത് കടന്നുപോയി. രണ്ടാമതൊരു മഹാൻ അവിടെ നിന്ന് മറ്റൊരു കൂട്ടുകാരൻ മറ്റൊരു മനുഷ്യൻ്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. അവിടെ ചെന്നപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞു, ഞാനൊരു പാവപ്പെട്ടവനാ, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എനിക്ക് എന്തെങ്കിലും സഹായിക്കണം. പക്ഷെ വീട്ടിൽ ചെന്നപ്പോൾ മഹാനവറുകൾ ഉറക്കവാ. വീട്ടിലെ വേലക്കാരി അവിടെ നിൽപ്പുണ്ട്. വീട്ടിലെ വേലക്കാരിയായ പെണ്ണവിടെ നിൽക്കുന്നുണ്ട്. ഈ മനുഷ്യൻ ചെന്ന് ചോദിച്ച ഉടനെ 1000 സ്വർണ്ണ നാണയം എടുത്ത് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, യജമാനൻ കടന്ന് ഉറങ്ങുക, ഇപ്പം ഇത് കൊണ്ടുപോ. ഇത് പറഞ്ഞ് 1000 സ്വർണ്ണ നാണയം എടുത്ത് കയ്യിൽ കൊടുത്തിട്ട് പറയുക, യജമാനൻ കടന്നുറങ്ങുക, ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ വല്ലതും കിട്ടിയപ്പോൾ തൽക്കാലം ഇത് കൊണ്ടുപോകാൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്നിട്ട് മൂന്നാമത് മറ്റൊരു മനുഷ്യൻ്റെ ചാരത്ത് ചെന്നു. ആ മനുഷ്യൻ്റെ ചാരത്ത് ചെല്ലുമ്പോൾ അദ്ദേഹം പ്രായമുള്ള ആളാണ്. 2 അടിമകളുടെ തോളിൽ കൈവച്ചിട്ട് നിസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ പള്ളിയിലേക്ക് പോകുക. അപ്പോഴാ പോയിട്ട് ചോദിക്കുന്നത്, എനിക്കൊന്നുമില്ല, എന്തെങ്കിലും തരാൻ. അവിടെ നിന്ന് പറഞ്ഞു, മോനെ, എൻ്റെ സമ്പാദ്യം മുഴുവനും ഞാൻ സദക്ക കൊടുത്തു, ആകെയുള്ളത് ഈ 2 അടിമയാ, നീ എടുത്തോ. എന്നിട്ട് വേച്ച് പള്ളിയിലേക്ക് നടന്നുപോയി എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അങ്ങനെ ചില മഹാന്മാർ ജീവിച്ചിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിൽ പലർക്കും ഒരുപാട് സമ്പത്ത് അള്ളാഹു തന്നിട്ടുണ്ട്. പക്ഷേ പിശുക്ക് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നു, കൊടുക്കൂല. എത്ര നല്ല കാര്യത്തിന് വേണ്ടിയാണെങ്കിലും, യതീമായ മക്കൾക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി, എന്തേ സഹോദര ചോദിച്ച കൊടുക്കാൻ കഴിയാത്ത നിനക്കെന്ത്? ഈ കൊടുക്കുന്നതിലൂടെ നിനക്ക് കുറവ് വരുമെന്ന് ആരാ നിനക്ക് പഠിപ്പിച്ചു തന്നത്? കൊടുക്കുന്നതിലൂടെ കുറയണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സംസം വെള്ളം കുറയണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. കൊടുത്താൽ കുറഞ്ഞു പോകണമെങ്കിൽ സംസം വെള്ളം എത്ര കൊല്ലം കൊണ്ട് കോരി കുടിക്കുന്ന സഹോദരങ്ങളെ കുറയാറുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൊടുക്കുന്നതിലൂടെ അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങൾ വാരിക്കോരി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവിടെ നിന്ന് ഒരൊറ്റ ചരിത്രം പറയാം. ഒരേ ഒരു ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്തിൽ ഏറ്റവും വലിയ സമ്പന്നനായ സ്വഹാബിയാരാ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു. നാളെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് സ്വഹാബാക്കളിൽ ഏറ്റവും അവസാനം കടന്നു പോകുന്ന സ്വഹാബിയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു. എൻ്റെ പ്രിയമുള്ളവരെ, മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സദക്ക കൊടുത്താൽ കിട്ടുന്ന ഒറ്റ പ്രതിഫലം ഞാൻ പറയാം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇത് വേറെ ഏതെങ്കിലും വാദിൻ്റെ സദസ്സിൽ പറഞ്ഞാൽ പറയും പിരിക്കാൻ വേണ്ടി പറഞ്ഞാണെന്ന്. ഇവിടെ പിന്നെ പിരിവില്ലാത്തത് കൊണ്ട് ധൈര്യമായിട്ട് പറയാം. വേറെ എവിടെങ്കിലും പറഞ്ഞാൽ പറയും അത് പെണ്ണുങ്ങൾ സ്വർണ്ണം ഊരാൻ വേണ്ടി പറയും. അതല്ല, സദക്ക കൊടുത്താൽ അള്ളാഹു തരുന്ന ഒറ്റ പ്രതിഫലം പറഞ്ഞ് നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. നിൽക്കുവാണെങ്കിൽ അരമണിക്കൂർ നിൽക്കണം, ഇരിക്കുവാണെങ്കിൽ അത്രയും നേരം ഇരിക്കാം. എന്ത് വേണം നിങ്ങൾ തീരുമാനിക്ക്. നിൽക്കുന്നോ? എവിടെ ഇരിക്കാനായില്ലേ? നിന്ന് വഴുത് കേൾക്കുന്നതിന് പ്രതിഫലം കൂടുതലാണ്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലേ? നിന്ന് നിസ്കരിക്കുന്നതിനാണോ പ്രതിഫലം കൂടുതൽ, ഇരുന്ന് നിസ്കരിക്കുന്നതിനാണോ?
പറ. അതുകൊണ്ടാണ് ഞാൻ നിന്ന് വഴുത് പറയണേ. 3 സലാത്ത് പറ. സല്ലല്ലാഹു യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, സദക്ക കൊടുത്താൽ അല്ലാഹു തരുന്ന ഒറ്റ പ്രതിഫലം ഞാൻ പറയാം. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ നിന്ന് വെള്ളം കുടിക്കരുത്, ഒരു സുന്നത്താ, പഠിച്ചോ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നിന്ന് വെള്ളം കുടിച്ചാൽ കിട്ടുന്ന ശിക്ഷ എന്താ? പറ. കുറേ കാലം കൊണ്ട് വാത് കേൾക്കണില്ലേ ചങ്ങാതി? നിന്ന് വെള്ളം കുടിച്ചാൽ കിട്ടുന്ന ശിക്ഷ എന്താ? സുബ്ഹാനല്ലാഹ്. മരുന്നില്ലാത്ത രോഗം അല്ലാഹു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്ത് രോഗം? കൊറോണയ്ക്ക് മരുന്നുണ്ടോ? ഉണ്ടോ? കല്യാണ വീട്ടിൽ പോയിട്ട് വിളമ്പ സ്വന്തം ബർക്കത്ത് അല്ലേ? എല്ലാം സ്വന്തം. താടിയുള്ളവനും ഹാജിയാരും എല്ലാം എല്ലാവരുടെ വീട്ടിലും നിന്ന് തീറ്റി. നിന്നാ തിന്നണത്. ഇപ്പം നിന്നും തിന്നണ്ട, ഇരുന്നും തിന്നണ്ട, കൊണ്ടുപോയി അടച്ചിട്ടിരിക്കുക അവിടെ കിടന്നു. ഇപ്പം നിൽക്കേം വേണ്ട, ഇരിക്കേം വേണ്ട. ആരെങ്കിലും ഒന്ന് തുമ്മിയാൽ മതി, മാറി നിൽക്കും. നമ്മുടെ ഭാര്യയുടെയൊക്കെ സ്നേഹം അറിയണമെങ്കിൽ വീട്ടിൽ പോയിട്ട് ജലദോഷമാണെന്ന് പറഞ്ഞാൽ മതി. വീട്ടിൽ പോയിട്ട് ചുമ്മാതെ എന്തെങ്കിലും ഒന്നിങ്ങനെ എന്നാക്കിയാൽ മതി, കഴിഞ്ഞു. അപ്പോഴേ മാറി നിൽക്കും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. എന്നിട്ട് പ്രവാചകനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ നബിയേ, നാളെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് യാത്ര പോവുകയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു നാളെ രാവിലെ യാത്ര പോകുകയാണ്. പോകുമ്പോൾ നല്ലതുപോലെ യാത്രയാക്കിക്കോ നബിയേ. ഇനി തിരിച്ചു വരില്ല നബിയേ. ഇനി മയ്യത്തെ കൊണ്ടുവരൂ. ഇനി മരണവാർത്തയെ അറിയൂ. അള്ളാഹുവിൻ്റെ പ്രവാചകന് വല്ലാത്ത വിഷമമായി. കാരണം പ്രവാചകന് വലിയ ഇഷ്ടമുള്ള സ്വഹാബിയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു. അള്ളാഹുവിൻ്റെ പ്രവാചകന് സുബഹി നമസ്കാരം കഴിഞ്ഞു. സ്വഹാബത്ത് മുഴുവനും കടന്നു വന്നു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് അവിടുന്ന് സലാം പറയുകയാണ്, അവിടുന്ന് യാത്ര പറയുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകനോട് പോകുന്ന സ്വഹാബികൾ പലരും യാത്ര പറഞ്ഞു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ ചാരത്ത് വന്ന് സലാം പറയുമ്പോൾ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചാരത്ത് വന്ന് യാത്ര പറയുമ്പോൾ പ്രവാചകന്റെ മുഖമങ്ങ് വാടുകയാണ്. റസൂലുള്ളാഹി തങ്ങൾക്ക് സങ്കടമായി. ഇനി ഈ സഹാബി ജീവനോടെ തിരിച്ചു വരില്ലല്ലോ. ജിബ്രീലാണ് വന്ന് പറഞ്ഞിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവിടെ നിന്ന് കെട്ടിപ്പിടിക്കുകയാ. അള്ളാഹിൻ്റെ റസൂൽ അവിടെ നിന്ന് കെട്ടിപ്പിടിക്കുകയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിനെ കെട്ടിപ്പിടിച്ചിട്ട് യാത്ര പറയുകയാ. അള്ളാഹുവേ, സ്വഹാബികൾക്ക് വല്ലാത്ത അത്ഭുതമായി. കാരണം പ്രവാചകൻ അങ്ങനെ യാത്ര പറയാറില്ല. ഈ സ്വഹാബിയെ കെട്ടിപ്പിടിച്ചിട്ട് അവിടെ നിന്ന് യാത്ര പറയുകയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിന് വലിയ അത്ഭുതമായി. കാരണം റസൂലുള്ളാഹി തങ്ങൾ കെട്ടിപ്പിടിച്ചിട്ട് യാത്ര പറയുകയാ. അവിടെ നിന്ന് ചോദിച്ചു, നബിയെ, എന്തേ ഒരു വല്ലാത്ത യാത്രയപ്പ്? അവിടെ നിന്ന് ചോദിച്ചു, നബി, എന്താ ഇന്നൊരു പ്രത്യേകത എന്ത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നും പറഞ്ഞില്ല, യാത്രയാക്കി. സഹാബത്ത് ചോദിച്ചു, നബിയെ, എന്തേ നബിയെ ഈ സഹാബിയെ മാത്രം കെട്ടിപ്പിടിച്ച് യാത്രയാക്കുന്നത്? പ്രവാചകൻ പറഞ്ഞു, തിരിച്ചു വരുമ്പോൾ അറിയാം, തിരിച്ചു വരുമ്പോൾ അറിയാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു സഹാബത്തും യാത്ര തുടങ്ങി.
ദിവസങ്ങൾ കഴിഞ്ഞു, ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം അല്ലാഹുവിൻ്റെ പ്രവാചകൻ നോക്കുമ്പോ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല മുത്തുനബിയുടെ മുന്നിലേക്ക് ജീവനോടെ തിരിച്ചു വരികയാ. അല്ലാഹുവിൻ്റെ പ്രവാചകന്റെ മുന്നിലേക്ക് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല കടന്നു വന്നിട്ട് പറയുന്നു, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. അല്ലാഹുവിൻ്റെ പ്രവാചകന്റെ മുന്നിൽ വന്ന് സലാം പറയുകയാണ്. പ്രവാചകന് വല്ലാത്ത അത്ഭുതമായി. ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു, മയ്യത്തെ കൊണ്ടുവരൂ എന്ന്. പക്ഷേ ജീവനോടെ തിരിച്ചു വന്നിരിക്കുകയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല ജീവനോടെ തിരിച്ചു വന്നിരിക്കുകയാ. എങ്ങനെയാണ് പടച്ചവരെ? പ്രവാചകന് വല്ലാത്ത അത്ഭുതമായി. അതാ വരുന്ന മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ടൊരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ സ്വഹാബത്ത് എല്ലാവരും കൂടെ യാത്ര തുടങ്ങി. അവസാനം ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ എല്ലാവരും വല്ലാത്ത ക്ഷീണത്തിലായി. എല്ലാവർക്കും വല്ലാത്ത ശരീരവേദനയും പ്രയാസവും കടന്നു വന്നു. എല്ലാവർക്കും വല്ലാത്ത ക്ഷീണമായി. അവസാനം എല്ലാവരും കൂടെ പറഞ്ഞു, നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് പോകാം. അവസാനം പടച്ചവനെ ഒരു വീട് കണ്ടു. ആ വീടിൻ്റെ മുന്നിലേക്ക് സ്വഹാബത്ത് ഭക്ഷണ സാധനങ്ങളും കൊണ്ടുപോയിട്ട് ആ വീടിൻ്റെ മുന്നിൽ ചെന്നപ്പോൾ ഒരു പ്രായമുള്ള ഉമ്മയെ കണ്ടു. സ്വഹാബികൾ പറഞ്ഞു, ഉമ്മാ, ഞങ്ങൾ അല്ലാഹുവിൻ്റെ പ്രവാചകന്റെ സ്വഹാബത്താ, അല്ലാഹുവിൻ്റെ പ്രവാചകന്റെ സ്വഹാബികളാണ്, ഞങ്ങൾക്കല്പം ഭക്ഷണം വെച്ച് തരുമോ ഉമ്മ? അവിടെ ഉമ്മയോട് ചോദിക്കുമ്പോൾ ഉമ്മ പറഞ്ഞു, ഭക്ഷണം വെച്ച് തരാം. എല്ലാവരും പോയി റെസ്റ്റ് എടുക്കുകയാണ്. അവസാനം കുറേ സമയം കഴിഞ്ഞു നോക്കുമ്പോ സ്വഹാബത്തിന്റെ മുന്നിൽ സുഭിക്ഷമായ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഈ ഭക്ഷണം കണ്ടപ്പോ സ്വഹാബികളിൽ പലരും പറഞ്ഞു, ആ വീട്ടിൽ ആ ഉമ്മയല്ലാതെ വേറെ ആരോപുണ്ട്. ഈ പ്രായം ചെന്ന ഉമ്മയ്ക്ക് ഇത്രയും ഭക്ഷണം ഒറ്റയ്ക്ക് വെക്കാൻ കഴിയില്ല. അങ്ങനെ സ്വഹാബത്ത് അവിടുന്ന് പരസ്പരം പറയാൻ തുടങ്ങി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല ആ ഉമ്മാടെ ചാരത്ത് ചെന്നിട്ട് ചോദിക്കുന്ന, ഉമ്മ, നിങ്ങളല്ലാതെ ആരെങ്കിലും ഈ വീടിൻ്റെ അകത്തുണ്ടോ? ഉമ്മയല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? ആ സമയത്ത് ഉമ്മ പറഞ്ഞു, ഞങ്ങളുടെ ഈ വീടിൻ്റെ അകത്ത് 2 യതീമായ പെൺകുട്ടികളുണ്ട്. അവരുടെ വാപ്പ മരണപ്പെട്ടു പോയി. എൻ്റെ മക്കൾക്ക് വിവാഹപ്രായം കഴിഞ്ഞു. വിവാഹം കഴിച്ചു കൊടുക്കാൻ എൻ്റെ കയ്യിൽ 5 നയാ പൈസയില്ല. ഒരുപാട് പേരുടെ മുന്നിൽ പോയി ഞാൻ യാചിച്ചു, ഒരാളും സഹായിക്കുന്നില്ല. അവസാനം എൻ്റെ മക്കളുണ്ടല്ലോ, അവര് പറഞ്ഞു, ഉമ്മ, അല്ലാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്തിന് ഭക്ഷണം വെച്ച് കൊടുത്തതിൻ്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ഞങ്ങൾക്കൊരു നല്ല ജീവിതം നൽകിയാലോ. യതീമായ മക്കളെൻ്റെ കൂടെയുണ്ടെന്ന് മാതാവ് പറയുമ്പോ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കണ്ണ് നിറയുകയാ. പടച്ചവനെ, യതീമായ മക്കള്, ആരാരും സഹായിക്കാനില്ലാത്ത മക്കള്, വിവാഹപ്രായം കഴിഞ്ഞ 2 പെൺകുട്ടികള്. അവിടെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അവിടെ വിളിക്കുന്ന സ്വഹാബ, ആരാണ് ഈ 2 പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്നത്? ആരാണ് ഈ 2 പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്നതാരാ? ചോദിക്കുന്നത് ഞാൻ തരാ. എത്ര സമ്പാദ്യം വേണമെങ്കിലും ഞാൻ തരാ. എൻ്റെ സമ്പത്ത് മുഴുവൻ വേണമെങ്കിലും നിങ്ങൾക്ക് തരാ. ഈ യതീമായ പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ ആരാണ് തയ്യാറുള്ളത്? 2 സഹാബികൾ പറഞ്ഞു, ഞങ്ങൾ തയ്യാറാണ്. അല്ലാഹുവേ, അവര് ചോദിച്ച സമ്പാദ്യം കൊടുത്തിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല ആ 2 പെൺകുട്ടികളുടെ വിവാഹം നടത്തി കൊടുക്കുകയാ. സുബ്ഹാനല്ലാഹ്. ഈ 2 പെൺകുട്ടികള് അവരുടെ നിക്കാഹ് കഴിഞ്ഞപ്പോ പോയി ഒളുവെടുത്തിട്ട്, റബ്ബേ, ഈ യതീമായ മക്കളുണ്ടല്ലോ, അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് ആ 2 യതീമായ പെൺമക്കള് ദുആ ചെയ്യുന്നു, അല്ലാഹ്,
ഞങ്ങളെ വിവാഹം കഴിച്ചു കൊടുത്ത മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഈ കുട്ടികളെ പെടുന്ന ദുആ ചെയ്യുമ്പോ ആകാശ ലോകത്ത് നിന്ന് മലക്കുൽ മൗത്ത് അസ്റായീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിന്റെ റൂഹ് പിടിക്കാൻ ഇറങ്ങി വരികയാണ്. അവിടുന്ന് റൂഹ് പിടിക്കാൻ ഇറങ്ങി വരുന്ന സമയത്താണ് ഈ യതീമായ മക്കൾ ദുആ ചെയ്യുന്നത്, റബ്ബേ ഞങ്ങൾക്കൊരു ജീവിതം തന്നാ, ഞങ്ങളെ വിവാഹം കഴിച്ചു കൊടുത്ത ഈ മനുഷ്യന് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ആ മക്കളുടെ ദുആ കാരണം, ആ ചെയ്ത സദക്ക കാരണം അല്ലാഹു ആ സഹാബിക്ക് ദീർഘായുസ് നൽകിയെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് യതീമായ മക്കൾ, ആ പെൺകുട്ടികളുടെ വിവാഹം ആവശ്യമുള്ള സമ്പത്ത് കൊടുത്ത് വിവാഹം കഴിപ്പിച്ചു കൊടുത്തപ്പോൾ റൂഹ് പിടിക്കാമെന്ന മലക്കിനെ തിരിച്ച് വിളിപ്പിച്ച് ആ സ്വഹാബിക്ക് അല്ലാഹു ദീർഘായുസ് കൊടുത്തു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് സദക്ക. ആ സദക്ക ചെയ്യുന്നതിലൂടെ അള്ളാഹു ഒരു മനുഷ്യന് കൊടുക്കുന്ന പ്രതിഫലമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരു മനുഷ്യൻ ചെയ്യുന്ന സദക്കയിൽ വെച്ച് ഏറ്റവും മഹത്വമേറിയ സദക്ക തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ചിലവിന് കൊടുക്കുന്നതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കണം. അതിൽ ഒരു ലുബ്ധതയും ഒരു മടിയും ഒരു പിശുക്കും കാണിക്കരുത്. അവർക്ക് നമ്മൾ എന്തു വാങ്ങിക്കൊടുത്താലും അതിന് നാളെ മീസാൻ എന്ന ത്രാസിൽ നന്മയുടെ കൂട്ടത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, എൻ്റെ ഭർത്താവ് എനിക്ക് വേണ്ടതെല്ലാം വാങ്ങിത്തരും. പ്രവാചകൻ തൻ്റെ ഭാര്യമാർ 9 ഭാര്യമാർ, ഈ 9 ഭാര്യമാർ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ മുതൽ തുടങ്ങി 9 ഭാര്യമാർ, ഈ 9 ഭാര്യമാർക്കും പ്രവാചകൻ ആവശ്യമുള്ളത് എന്ത് കൊടുക്കുമായിരുന്നു? 2 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ രണ്ടാമത്തെ ഗുണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകന് ഭാര്യമാരുടെ സ്വഭാവങ്ങൾക്കനുസരിച്ച് സ്നേഹത്തോടെ, വളരെ സ്നേഹത്തോടും മയത്തോടുകൂടി പ്രവാചകൻ അവരോട് പെരുമാറുമായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ടാമത്തെ ഗുണം, പ്രവാചകൻ ഭാര്യമാരോട് വളരെ സ്നേഹത്തോടു കൂടിയാണ് പെരുമാറുന്നത്. നമ്മളോ എടാ ഒരു ഫോൺ വരുമ്പോൾ അറിയാം വിളിച്ചത് ഭാര്യയാണോ വേറെ ആരെങ്കിലും ആണോ എന്ന്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അറിയില്ലേ? സ്വാഭാവികമായിട്ട് നിങ്ങൾ ചിന്തിക്ക്, നമ്മുടെ ഭാര്യ ഫോൺ വിളിച്ചാൽ നമ്മൾ എടുത്ത വായിക്ക് ചോദിക്കും, എന്തേടി വിളിച്ചത്? അല്ലേ? എന്താ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കണേ? ആ ചോദ്യം 2 മിനിറ്റിൽ കൂടുതൽ ഞാനോ നിങ്ങളോ സംസാരിക്കാറില്ല. എന്നാൽ വേറെ ആരെങ്കിലും വിളിച്ചാൽ മണിക്കൂറുകൾ വാഴ്ന്നു പറയും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ആയിരുന്നില്ല. നമ്മൾ വിചാരിക്കുന്നത് പ്രവാചകന് മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, പ്രവാചകനെ പോലെ ചിരിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ആയിഷ ബീബി റളിയല്ലാഹു അങ്ങനെ ആയിരുന്നു പ്രവാചകൻ. നമുക്കൊന്ന് ചിരിക്കാൻ തന്നെ സമയമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തൻ്റെ ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിച്ചാൽ എന്തേ പ്രതിഫലം? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്തേ പ്രതിഫലം? ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിച്ച, നാട്ടുകാരുടെ മുമ്പിൽ പോട്ടെ, കാണുന്നവരുടെ ഒക്കെ മുന്നിൽ ചിരിക്കും. മുസ്ലിമിനെ കാണുമ്പോൾ ചിരിക്കുന്നത് സദക്കയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്നാൽ ആ ചിരിക്കുന്നത് സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്താ? ചിരിക്കുവോ? എൻ്റെ മുഖത്ത് നോക്കി ചിരിക്കണ എന്തിനാ? ഞാൻ കോമഡിയാണോ പറഞ്ഞേ? സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒന്ന് നിയ്യത്ത് ചെയ്യുന്നവരൊക്കെ കൈവക്കിക്കേ. സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കി ഇന്ന് ചിരിക്കുമെന്ന് നിയ്യത്ത് ചെയ്യുന്നവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. പ്രതിഫലം ഞാൻ പറയുമ്പോൾ ഈ പൊക്കാത്തവന്മാരൊക്കെ ചിന്തിക്കും, ഉണ്ടോ പടച്ചവനെ, പെണ്ണ് കെട്ടിയവരൊക്കെ ഒന്ന് കൈവക്കിക്കേ, കല്യാണം കഴിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. ചങ്ങാതി വേറെ പെണ്ണ് നോക്കാനല്ല പൊക്ക്. കല്യാണം കഴിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. എന്താപ്പാ സ്റ്റേജിലിരിക്കണവർക്കും പൊക്കാൻ കേട്ടാ. ലൈവാ വാഴ് ലൈവാണ്. പെണ്ണുമ്പിള്ള ഈ ചങ്ങാതി പിടിച്ചു കൊടുക്കാറുണ്ട്. അള്ളാഹുവെ പടച്ചവനെ, ആരെല്ലാം ഈ സദസ്സിൽ കൈവക്കിയോ അവരെ നീ സ്വർഗത്തിലും ജോഡികളാക്കി കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ആരെല്ലാം
വിവാഹം കഴിച്ചവർ കൈവക്കാൻ പറഞ്ഞപ്പോൾ ആരൊക്കെ കൈവക്കിയോ അവരെ നീ നിന്റെ സ്വർഗത്തിൽ ലഹും ജന്ന, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തു യാസീൻ, ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിയൂൻ. അള്ളാഹു ആ വിഭാഗത്തിൽ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണ പടച്ചവനെ. അള്ളാഹുവേ, ഈ കൈവക്കിയവർക്ക് നാളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം വാങ്ങിച്ചു കുടിക്കാനുള്ള ഭാഗ്യം നൽകണേ തമ്പുരാനെ. ഇനി കൈവക്ക് കല്യാണം കഴിച്ചിട്ടുള്ളവര് കൈവക്ക്. ഇത്രയും പേര് ഇവിടെ ഉണ്ടില്ലേ, കൈവക്കാൻ പലർക്കും മടിയ. ഉസ്താദേ, ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിക്കാം പുഞ്ചിരിക്കാമെന്ന് പറയുന്നവർ കൈവക്കാൻ പറയുമ്പോൾ തന്നെ മടി. എങ്ങനെയാ ഉസ്താദെ ആ സാധനത്തിൻ്റെ മുകളിൽ തോച്ചിരിക്കുക? അതിൽ ചിന്തിക്കണേ ഉസ്താദെ. എങ്ങനെ ഉസ്താദെ? വേറെ എന്തെങ്കിലും പറ. സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിക്കാൻ മടിയുള്ളവർ എന്നാ പ്രതിഫലം കേട്ടോ, എന്നാ പ്രതിഫലം കേട്ടോ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാ? മുത്തുനബി ആരാണെന്നറിയുമോ? മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവിൻ്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ് പറയുന്നത്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, മുത്തുനബി അല്ലാത്ത ചിരിക്കുന്ന മുഖത്തോട് പുഞ്ചിരിയല്ല അല്ലാഹുവിൻ്റെ റസൂൽ എപ്പോ നോക്കിയാലും തൻ്റെ ഭാര്യയുടെ കൂടെ വല്ലാത്ത ചിരിയും കളിയുമാണ്. ആരാ ലോകത്തിൻ്റെ നേതാവ്? എനിക്കോ നിങ്ങൾക്കോ സ്വന്തം ഭാര്യയോട് സംസാരിക്കാൻ പോലും സമയമില്ല, ഒന്ന് ചിരിക്കാൻ സമയമില്ല, അവളുടെ കൂടെ പോയിരുന്ന് അവൾക്ക് പറയാനുള്ളത് കേൾക്കാൻ സമയമില്ല. എങ്കിൽ ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കൂടെ ഓട്ട മത്സരം നടത്തി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ലോകത്തിന്റെ നേതാവ്, ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വന്തം ഭാര്യയുടെ കൂടെ ഓട്ട മത്സരം നടത്തി എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. അങ്ങനെ ഓട്ട മത്സരം നടത്തിയ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? മതിലി ചാടിയ വല്ലതും ഉണ്ടോന്ന് വെച്ചാൽ പറയാം. മതിലി ചാടിയിട്ടുണ്ടോന്ന് വെച്ചാൽ അത് പറയാം. എന്നാൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തം ഭാര്യയുടെ കൂടെ ഓട്ട മത്സരം എപ്പോഴും ജയിക്കണതാരാ? മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓട്ട മത്സരത്തിൽ ആരാ ജയിക്കണത്? എപ്പോഴും മുത്തുനബിയാ ജയിക്കണേ. കണ്ടപ്പോൾ സങ്കടം തോന്നി. പ്രവാചകൻ ഓടുന്ന സമയത്ത് തോറ്റുകൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതാ മുത്തുനബി തൻ്റെ ഭാര്യയ്ക്ക് പറയാനുള്ളത് മുഴുവനും പ്രവാചകൻ കേൾക്കും. അതാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊരു 5 മിനിറ്റ് സംസാരിക്കാൻ സമയമുണ്ടോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട് ഒരു ഹദീസ് കാണാം. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പ്രവാചകന് പറഞ്ഞു കൊടുത്ത ഒരു കഥയുണ്ട്. ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹദീസ്. പ്രവാചകൻ തൻ്റെ ഭാര്യ ക്ഷമയോടുകൂടി കേൾക്കും. ക്ഷമയോടുകൂടി പ്രവാചകന് വലിയ ക്ഷമയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വെറുതെ പറയുന്നതല്ല, ചരിത്രം എടുത്തു നോക്ക്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം നിങ്ങൾ നോക്ക്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ഭാര്യമാർക്ക് പറയാനുള്ളതെല്ലാം ക്ഷമയോടുകൂടി കേൾക്കും. പ്രവാചകൻ തൻ്റെ ഭാര്യയുമായിട്ട് ഓട്ടമത്സരം നടത്തുമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുഞ്ചിരിക്കുന്ന മുഖത്തോടെയാണ് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുന്നിലേക്ക് കടന്നുപോയത്. നമ്മുടെ അവസ്ഥ പറയേണ്ട, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ കടന്തൽ കുത്തിയതുപോലെ വീട്ടിൽ കയറി പോണത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഭർത്താവ് ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും വിവാഹം കഴിച്ച ഒരു മനുഷ്യൻ ഇന്ന് ഈ ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ തൻ്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ, എവിടെ ഇന്ന് നിങ്ങൾ ആരെങ്കിലും ഇവിടെ നീ ക്ലാസ് കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ പോകുമ്പോൾ, ഇല്ലെങ്കിൽ ഇവിടെ വാഴ കേൾക്കാമെന്ന നിന്റെ ഭാര്യ, നിങ്ങൾ രണ്ടുപേരും കൂടെ ഈ മക്കാമിൻ്റെ മുന്നിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യയും ഭർത്താവും ആരും കാണാതെ രണ്ടുപേരും ഒന്ന് കയ്യിൽ പിടിച്ചാൽ നിങ്ങളുടെ കൈകളുടെ വിരലുകൾക്കിടയിലൂടെ നിങ്ങൾ ചെയ്ത പാപം അല്ലാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ മതി. ഭാര്യയുടെ കയ്യിൽ, കാമുകിയുടെ കയ്യിലല്ല, ഭർത്താവ് തൻ്റെ ഭാര്യയുടെ കയ്യിൽ ഇങ്ങനെ ഒന്ന് പിടിച്ച ഈ കൈ കൊണ്ട് നീ ചെയ്ത പാപം ആ കൈകളുടെ വിരലുകൾക്കിടയിലൂടെ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഏതെങ്കിലും ഒരു ഭർത്താവ്
തൻ്റെ ഭാര്യയുടെ മുഖത്ത് സ്നേഹത്തോടെ ഒന്ന് നോക്കിയാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഏതെങ്കിലും ഒരു ഭർത്താവ് സ്നേഹത്തോടെ അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം കരുതിയിട്ട്, നാട്ടുകാരെ കാണിക്കാനല്ല, മക്കളെ കാണിക്കാനല്ല, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സ്നേഹത്തോടെ മുഖത്ത് നോക്കിയാൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം ആ കുടുംബത്തിൻ്റെ മേലുണ്ടാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം, അള്ളാഹുവിൻ്റെ കരുണയുടെ നോട്ടം കിട്ടിയാൽ രക്ഷപ്പെട്ടല്ലോ. അള്ളാഹുവിൻ്റെ കരുണയുടെ നോട്ടം, പടച്ചവന്റെ കരുണയില്ലാതെ ലാ യദ്ഖുലൂനൽ ജന്ന ഇല്ലാ ബിറഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ കരുണയില്ലാതെ സ്വർഗ്ഗത്തിൽ കിടക്കാൻ കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, നമസ്കരിക്കുന്നതിൻ്റെ പ്രതിഫലമല്ല, നോമ്പ് പിടിക്കുന്നതിൻ്റെ പ്രതിഫലമല്ല, ഖുർആൻ ഓതുന്നതിൻ്റെ പ്രതിഫലമല്ല, സദഖ കൊടുക്കുന്നതിൻ്റെ പ്രതിഫലമല്ല, വഅദ് പറയുന്നതിൻ്റെ പ്രതിഫലമല്ല, വഅദിന്റെ സദസ്സിൽ വരുന്നതിൻ്റെ പ്രതിഫലമല്ല, സ്വലാത്ത് പറയുന്നതിൻ്റെ പ്രതിഫലമല്ല. ഏതെങ്കിലും ഒരു ഭർത്താവ് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ ആ കൈകളുടെ വിരലുകൾക്കിടയിലൂടെ പടച്ച റബ്ബ് അവരുടെ പാപം പുറത്തു കൊടുക്കുകയാ. ഭർത്താവ് തൻ്റെ ഭാര്യയുടെ മുഖത്തേക്ക് സ്നേഹത്തോടെ ഒന്ന് നോക്കിയാൽ അള്ളാഹുവിൻ്റെ കരുണ ഇറങ്ങുകയാണ്, പടച്ചവന്റെ കാരുണ്യം ഇറങ്ങുകയാണ്, പടച്ചവന്റെ കാരുണ്യം ഇറങ്ങുകയാണ്. അള്ളാഹുവിന്റെ കാരുണ്യം ലഭിച്ച ലം യുഅദ്ദിബുഹു അബദാ, അല്ലാഹ് പിന്നെ ഒരിക്കലും അവനെ ശിക്ഷിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിച്ച ആ കുടുംബം രക്ഷപ്പെട്ടു. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ, അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. 3, ഭർത്താവ് ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിക്കണം. ചിരിക്കുവോ? ചിരിക്കുവോ? പറ, ചിരിക്കുവോ? ചിരിക്കൂല. ചിരിക്കുമെന്ന് നിയ്യത്ത് ചെയ്യുന്നവർ കൈപൊക്ക്, ഞാൻ പ്രതിഫലം പറയാം. കൈപൊക്കാത്തവൻ രണ്ടാമതിന് പൊക്കത്തില്ലട്ടാ. രണ്ടാമത് ഒന്നുകൂടെ പറഞ്ഞിട്ട് പൊക്കിയില്ല. പൊക്കിയല്ലോ, പൊക്കിയല്ലോ, നല്ലപോലെ പൊക്ക്, നല്ലതുപോലെ പൊക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മരിച്ചു കിടക്കുമ്പോൾ നിന്റെ മുഖത്ത് ഈ ചിരി കാണാം. കണ്ടിട്ടുണ്ടോ? ചില മഹാന്മാർ കിടക്കുന്നത് കണ്ടിട്ടുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിലരൊക്കെ മരിച്ചു കിടന്നത് എങ്ങനാ? മുഖത്ത് പിന്നെയും നോക്കുക. സാധാരണ മയ്യത്തിൻ്റെ മുഖത്ത് അങ്ങനെ നോക്കാൻ പാടില്ല എന്നാ. സാധാരണ പള്ളിക്കാട്ടിലെ മീസാൻ കല്ലിൽ പോലും നോക്കാൻ പാടില്ല അധികമായിട്ട്, കാരണം ഓർമ്മക്കുറവുണ്ടാവുന്ന. മീസാൻ കല്ലിൽ പോലും അമിതമായിട്ട് നോക്കാൻ പാടില്ല. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പയ്യക്കി ഉസ്താദ്? അള്ളാഹു അവിടുത്തെ കബറുടെ സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. എന്തിനാ ചങ്ങായിമാരെ അങ്ങോട്ടൊക്കെ പോകട്ടെ? നിങ്ങളുടെ മുറ്റത്ത് കിടക്കുന്ന മഹാനായിരുന്നല്ലോ പയ്യക്കി ഉസ്താദ്. ഉസ്താദിൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾ മരിച്ചിടന്നപ്പോൾ നിങ്ങൾ കണ്ടതല്ലേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രയോ ജബ്ബാർ ഉസ്താദിൻ്റെ മുഖം മറന്നുപോയോ? ജബ്ബാർ ഉസ്താദിൻ്റെ മുഖം കിലോമീറ്ററുകളോളം നിങ്ങളൊക്കെ ക്യൂ നിന്നിട്ട് പോയി കണ്ട മുഖം, പിന്നെയും ആ ചിരിക്കുന്ന മുഖം, അതൊരു ചിരിയ സഹോദര, അതൊരു ചിരിയ സഹോദര. അവരൊക്കെ ചിരിച്ചുകൊണ്ട് കിടന്നു. നമുക്കൊന്ന് പുഞ്ചിരിക്കാനെങ്കിലും അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നമുക്ക് ചിരിക്കണ്ട, ഒന്ന് പുഞ്ചിരിക്കാനെങ്കിലും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യയും ഭർത്താവും പരസ്പരം സ്നേഹത്തോടെ, ഭാര്യ ഭർത്താവിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ, ഭർത്താവ് ഭാര്യയുടെ മുഖത്ത് നോക്കുമ്പോൾ ഒന്ന് പുഞ്ചിരിക്ക്. ആ പുഞ്ചിരി മരിച്ചു കിടക്കുമ്പോൾ നിൻ്റെ മുഖത്തുണ്ടാകും. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചിരിക്കൂലേ? ചിരിക്കൂലേ? ഒന്ന് നിയ്യത്ത് ചെയ്യുന്നവരൊക്കെ കൈവക്കിക്കേ. വീട്ടിൽ പോയി ചിരിച്ചു പോക്ക്. ഭാര്യ വിചാരിക്കുക ഇളവിയെന്ന്. ഇന്നെങ്ങാണം വീട്ടിൽ പോയിട്ട് ഉസ്താദി പറഞ്ഞത് കേട്ടത് കാരണം വീട്ടിൽ പോയി നിന്നിട്ട് ഭാര്യ ഇങ്ങനെ രാത്രി വന്ന് വാതിൽ തുറക്കുമ്പോൾ ഇങ്ങനെ നിന്നിട്ടൊരു ചിരിയ, അവള് വിചാരിക്കുക അള്ളാണ് ശൈത്താനെങ്ങാണ്ട കൂടി. മിക്കവാറും പള്ളിയിലെ ഹത്തീബിൻ്റെ അടുത്ത് തന്നെ പോകണം, കാരണം ചരട് ഓതണ, കാരണം ചിരിക്കുക. കാരണം നമ്മളൊക്കെ ഒന്ന്, സഹോദര, നമ്മളൊന്ന് ചിരിച്ചു നോക്ക്. നമ്മുടെ ഭാര്യ എന്നെ ചോദിക്കും, നീക്ക് ചിരിക്കാൻ അറിയുമോ എന്ന്. കാരണം നമ്മൾ അതിൽ പോലും പിശുക്കത്തരം കാണിക്കുന്നവരാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പക്ഷെ വല്ലവൻ്റെ ഭാര്യയെ കാണുമ്പോൾ എന്താ ചിരി അല്ലേ? അടുത്തുള്ള ആമിനാത്ത, അയൽവാസിയായ ആമിനാത്തായ കാണുമ്പോൾ സുഖമാണോ, എന്തൊക്കെയായില്ലേ? സ്വന്തം പെണ്ണുമ്പിള്ളയെടുത്ത് ചോദിക്കാറുണ്ടോ നീ വല്ലതും കഴിച്ചോന്ന്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ തമാശ പറഞ്ഞതല്ല. എല്ലാവരും റബീഉൽ അവ്വലെത്തുമ്പോൾ മുത്തുനബിയുടെ വഫാത്താ പറയുന്നത്. ഞാനൊന്ന് മാറ്റിപ്പിടിച്ചതാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതമാണ് നമുക്ക് പഠിക്കേണ്ടത്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, പുഞ്ചിരിക്കുന്ന മുഖം, പുഞ്ചിരിക്കുന്ന മുഖം. അവിടുന്ന് ചരിത്രം പറയുന്നുണ്ട്, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ഞാൻ ഒരു ദിവസം എൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് സൂചി തച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനല്ലേ, തെക്കിതാന്നല്ലേ പറയാ, സൂചി എന്നല്ലേ പറയാ, ഇവിടെ എന്തെങ്കിലും വേറെ പേര് പറയോ? ഇങ്ങനെ തച്ചുകൊണ്ടിരിക്കുക. ആ തച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തൻ്റെ കയ്യിൽ നിന്ന് സൂചി താഴെ വീണു. അപ്പം സൂചി ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ മുത്തുനബി വീടിൻ്റെ അകത്ത് കയറി വന്നു. പ്രവാചകൻ്റെ മുഖത്തെ ചിരി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തെ പുഞ്ചിരി കാരണം താഴെ വീണ സൂചി കണ്ടെടുത്തു എന്ന് ചരിത്രം പറയുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ പെൺമക്കൾ, അവരെ തയ്ക്കാൻ പഠിപ്പിക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്ത് പഠിപ്പിക്കണം? എന്ത് പഠിപ്പിക്കണം? IPS-ന്, IAS-ന്, എഞ്ചിനീയർ, കളക്ടർ, ഇല്ലേ, എല്ലാം പഠിപ്പിക്കുന്നു. എങ്കിൽ ഒരു വാപ്പയുടെ കടമയാണ് തൻ്റെ മകൾക്ക് തയ്ക്കാൻ പഠിപ്പിക്കൽ. അതിനെന്താ ഇവിടെ പറയുക? നിങ്ങളുടെയൊക്കെ ഭാര്യമാരിൽ ആരുടെയൊക്കെ ഭാര്യമാർക്ക് തയ്ക്കാൻ അറിയാവുന്ന കൈവക്കിക്കേ. പെൺമക്കളെ പഠിപ്പിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പെൺകുട്ടികളെ തയ്ക്കാൻ പഠിപ്പിക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നല്ല ബിസിനസ്സാ ചങ്ങാതി. ഇവിടെയൊക്കെ ഈ പെണ്ണുങ്ങളുടെ ചുരിദാർ ഒന്നും തയ്ക്കണമെങ്കിൽ എത്ര രൂപയാ? ഞങ്ങളുടെ നാട്ടിൽ 350 രൂപ കൊടുക്കണം. ഇവിടെ എത്ര? അപ്പോൾ രക്ഷപ്പെടാനുള്ളൊരു മാർഗ്ഗമാണ്, തയ്ക്കാനെങ്കിലും പഠിപ്പിക്ക്. എന്തിനാ? വെറുതെ പറഞ്ഞതല്ല. ഈ പെണ്ണുങ്ങൾക്ക് വെറുതെ ഇരിക്കുന്നത് ഇഷ്ടമല്ല അല്ലേ? ഒരുപാട് പഠിച്ച പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിൽ പോകുമ്പോൾ വെറുതെ ഇരിക്കാൻ വയ്യ, തയ്ക്കാൻ പഠിപ്പിച്ചാൽ മതി, തയ്ച്ചുകൊണ്ടിരുന്നവളും കുഴപ്പമില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ പ്രവാചകനെ കുറിച്ച് പറയുമ്പോൾ ആയിഷ ബീവിക്ക് 1000 നാവുകളാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദേഷ്യപ്പെടാറില്ല. തൻ്റെ ഭാര്യമാരെ അള്ളാൻ്റെ റസൂൽ ഒരിക്കൽ പോലും തല്ലിയിട്ടില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഒറ്റ ഭാര്യയെയും തല്ലിയതായി ചരിത്രത്തിൽ കാണാൻ കഴിയില്ല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊരു ചരിത്രം പറഞ്ഞു തരാം. അള്ളാഹുവിൻ്റെ പ്രവാചകന് 9 ഭാര്യമാരുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഒരു ദിവസം ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലിരിക്കുകയാണ്. ആയിഷ ബീവിയുടെ വീട്ടിലിരിക്കുമ്പോൾ അതാ വരുന്ന മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് കടന്നു വന്നു. ആയിഷ ബീവിയുടെ മടിയിൽ തലവെച്ചുകൊണ്ട് കിടക്കുകയാണ്. ആ സമയത്ത് ആരാ കിടന്നു വരുന്നത്? പ്രവാചകന്റെ കരളിന്റെ കഷ്ടമായ മഹദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. തൻ്റെ പ്രിയപ്പെട്ട പൊന്നാര മകള് കടന്നു വരുമ്പോ അള്ളാഹുവിൻ്റെ റസൂല് സാധാരണ ചെയ്യുന്നത് എന്തെന്നറിയുമോ? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോള് മഹദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ, ഫാത്തിമ ബീബി വരുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. ചരിത്രം കേട്ടോ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ വരുമ്പോൾ പ്രവാചകൻ എഴുന്നേറ്റ് നിൽക്കും. ചില സമയത്ത് ഫാത്തിമ ബീബിയുടെ നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുക്കുമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ.